ഹലോ, ഞാൻ എപ്പോഴേ ചെൻലി വയറിന്റെ ഫ്ലവർ മേക്കിംഗ് ഐഡിയാസ് നോക്കുമ്പോൾ ഫസ്റ്റ് വന്ന് കിടക്കുന്ന സംഭവമാണ് ഈ ലോട്ടസ് ഹാങ്ങിങ് ലാന്തേൺ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാന്ന്. അങ്ങനെ ചെയ്തു തുടങ്ങിയതാട്ടോ ഈ സംഭവം. ആദ്യം ഷോർട്സിനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ട് അത് ചെറുതായി ഒന്ന് പാളിപ്പോയി. അപ്പൊ വിചാരിച്ചു അതൊരു വീഡിയോ കണ്ടന്റ് ആയിട്ട് ഇടാമെന്ന്. അങ്ങനെ ചെയ്താട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് 2 തരം പെറ്റൽസ് ആണ് വേണ്ടത്. രണ്ടും 6 വീതം വേണം കേട്ടോ. അത് കേൾക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുന്ന വെച്ചാൽ ഭയങ്കര ഈസി ആട്ടോ. അതായത് ഒരു 3 ചെല്ലി വയർ എടുത്തിട്ട് അതിനൊന്ന് ഹാഫ് ആക്കാം. എല്ലാത്തിനെയും ഒന്ന് ഹാഫ് ആക്കിയതിന് ശേഷം അപ്പൊ ഏകദേശം ഒരു 6 കിട്ടുമായിരിക്കും. അതിൽ 5 എടുത്തിട്ട് അതിൽ ഒരെണ്ണത്തുമ്പോ 4 ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ഔട്ടർ ലെയറിനുള്ള പെറ്റല് സെറ്റാക്കി എടുക്കാം. അത് കഴിഞ്ഞ് ഇന്നറിന് വേണ്ടിയിട്ട് 3 ചെല്ലി വയർ ഒന്ന് ഉള്ളിൽ ചുറ്റി കൊടുക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എന്നിട്ട് അത് നന്നായി ഒന്ന് കെട്ടിയിട്ട് ഒന്ന് ഫ്ലഫി ആക്കി എടുത്തിട്ട് ഒരു പെറ്റലിന്റെ ഷേപ്പ് ഒക്കെ ആക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ട് ഒന്ന് എൽ ഷേപ്പിൽ ഒന്ന് പ്ലെയറോ അല്ലെങ്കിൽ കൈയായാലും മതി, പ്ലെയർ ഒന്നും വേണമെന്നൊന്നുമില്ല, ഒന്ന് മടക്കി കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ലീഫ് സെറ്റായി, പെറ്റൽ സെറ്റായി കേട്ടോ. ഒരു ലോട്ടസ് ആവുമ്പോ അതിന് പെറ്റൽസ് മാത്രം പോരല്ലോ, ലീഫും കൂടി ഉണ്ടെങ്കിലല്ലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് 2 ഗ്രീൻ ചെല്ലി വയർ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഒരു 6 കെട്ടിക്കൊടുക്കണം ഇതേ വയറേമ തന്നെ. എന്നാലേ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ലീഫ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചലഞ്ചിന്റെ ഗിഫ്റ്റിന്റെ കാര്യം ഞാൻ മറന്നുപോയതല്ല കേട്ടോ. എത്രയും വേഗം ഞാനത് ഇടാം കേട്ടോ. അതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോ ഇത്തിരി തിരക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് ഞാനത് ഇടാൻ പറ്റാനത് കേട്ടോ. പിന്നെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. വേറെ ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കെട്ടിക്കൊടുത്തിട്ട് ഒന്ന് അടിഭാഗം ഒന്ന് ഗ്ലൂ ഗണ്ണ് കൊണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് പിന്നെ ശ്രദ്ധിക്കേണ്ട ആകെ കൂടിയുള്ള കാര്യം, നമ്മള് ചെയ്യണതിൽ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഉണ്ട്. നല്ല ഭാഗം നോക്കിയിട്ട് ചെയ്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് രസമായിരിക്കില്ല നമ്മുടെ ലീഫ് കാണാൻ. ഇനി നമുക്കൊരു ബേസ് പോലെ ഇതിനൊന്ന് ചെല്ലി വയറിനൊന്ന് ചുറ്റി കൊടുത്തിട്ട് നമ്മുടെ പെറ്റൽസ് അതിന്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ ലോട്ടസ് ഏകദേശം സെറ്റ് ആയി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കളറും കൂടി കൊടുത്തേക്ക്. നല്ല രസം ഉണ്ടാവും, കളർ ഭംഗി ഉണ്ടാവും കാണാൻ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഉള്ളില് നമുക്ക് സെറ്റ് ചെയ്യാൻ ലൈറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ചെല്ലി വയറൊന്ന് ലൈറ്റിന് ചുറ്റി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ ലാന്തേൺ സെറ്റായി. പിന്നെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഇതിന്റെ അടിയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലീഫും കൂടി ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഈരായ്മ ഇത്തിരി പേഴ്സ് ഉള്ളതാ യൂസ് ചെയ്തേക്കണം. നിങ്ങൾക്ക് അത് കിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈര ആയാലും മതി കേട്ടോ. എന്നിട്ട് അതിന്റെ ഒരു സ്റ്റിക്കുമ്മേ ചെല്ലി വയറൊന്ന് ചുറ്റി കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹാങ്ങിങ് ലാന്തേൺ സെറ്റായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.